എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ചുമ്മാ തീ സ്ഥലമാണ്. തീ എന്ന് പറഞ്ഞാൽ തീ ചുട്ടുപൊള്ളുന്ന തീയാണ്. നമ്മൾ വി ആർ നോർമൽ. അതെ, പണിത ഒരു ഹൗസ്. How is this cathedral? What was that? Poli. കൊച്ചിയിൽ ടൂർ വന്ന ടൈപ്പാണത്. അപ്പൊ നമ്മള് സ്കോട്ട്ലൻഡ് പോവാട്ടോ. നമ്മൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്ന ട്രിപ്പാണ്. പക്ഷെ എപ്പോഴും അത് മുടങ്ങിപ്പോവും. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എപ്പോഴും മുടങ്ങിപ്പോവും. പക്ഷെ ഈ പ്രാവശ്യം ഫൈനലി നമ്മൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. അപ്പൊ നമ്മൾ നേരെ ഇപ്പൊ അർജുന്റെയും നന്ദയുടെയും അടുത്തേക്ക് പോവാണ്. എന്നിട്ട് നമ്മൾ 4 പേരും കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നായിരുന്നു നമ്മുടെ പ്ലാൻ. ഇപ്പൊ എത്ര മണിയായത്? 6 മണി ആകാൻ പോകുന്നു. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുന്നുള്ളൂ. അർജുന്റെ ഒക്കെ വീട്ടിൽ നിന്ന് 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിരുന്നു പ്ലാൻ. ആക്ച്വലി എന്റെ അലാറം അടിച്ചില്ല. എനിക്ക് അറിയാൻ പാടില്ല എന്താ അടിക്കാതിരുന്നേന്ന്. പക്ഷെ അലാറം അടിച്ചില്ല. അപ്പൊ നമ്മൾ എണീറ്റപ്പോ ലേറ്റ് ആയി. എന്നിട്ട് എല്ലാമൊക്കെ സെറ്റാക്കി ഇറങ്ങിയപ്പോ ഈ ഒരു ടൈമായി. അപ്പൊ നമ്മൾ ദാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ബേബി, ആർ യു എക്സൈറ്റഡ്? അപ്പൊ നമ്മുടെ ഈ ഒരു സ്കോട്ട്ലൻഡ് ട്രിപ്പിനെ പറ്റി എന്താണ് പറയാനുള്ളത്? സൺകിസ്റ്റ് തിരിച്ചു വരുമ്പോ അത്യാവശ്യം നല്ല അടിപൊളി വെതറാട്ടോ. അടിപൊളി വെതർ എന്ന് പറഞ്ഞാൽ നല്ല ചൂടുണ്ട്. അപ്പൊ മിക്കവാറും ഈ ഒരു 4 ദിവസത്തെ ട്രിപ്പ് കഴിയുമ്പോഴേക്കും നല്ല ടാനൊക്കെ അടിച്ച് അടിപൊളിയായിട്ടായിരിക്കും ഞങ്ങൾ തിരിച്ചു വരാൻ പോകുന്നത്. അപ്പൊ ഗൈസ്, നമ്മളുടെ അർജുന്റെയും നന്ദയുടെയും വീട് എത്താറായിട്ടുണ്ട്. ഇപ്പെത്തും. അർജുന്റെ ആട്ടുമ്പ ഇതാണ് ഗൈസ്. അർജുന്റെ ആട്ടുമ്പാണ് ഗൈസ്. ഇത് അർജുന്റെ ആട്ടുമ്പ. ഒരു പൂച്ച ഇങ്ങനെ നമ്മളെ നോക്കി നിൽക്കുന്നുണ്ട്. ഹലോ അർജുൻ, സന്തോഷ്. ഞങ്ങൾ നല്ല ലേറ്റ് ആണ്. സോറി ഗൈസ്. ഹേ പൂച്ച സാർ എന്ത് ചെയ്യോ? പൂച്ച ഇവിടെ സ്ഥലം ഉണ്ടാക്കാൻ നോക്കുന്ന ഡിക്കി ഫുള്ളാണ് ഗൈസ്. കണ്ടു, നമുക്ക് ഓവർ പാക്ഡ് ആണ്. അവിടെ പോയാൽ നമ്മൾ അങ്ങനെയാണ്. എന്നാലും നമ്മൾ ഓവർ പാക്ഡ് ആണ് ഗൈസ്. 4 ദിവസം ശരിയാ. നമ്മൾ 4 days നമ്മൾ ഒന്നിച്ചോണത് ഫസ്റ്റ് ടൈം അല്ലേ? അതെ, 4 days നമ്മൾ ഒന്നിച്ചോണ ഫസ്റ്റ് ടൈം ആണ്. അതിൻ്റെതായ ഒരു പാക്കിംഗ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫൈനലി നമ്മൾ അടച്ചിരിക്കുകയാണ് ഗൈസ്. നമ്മൾ അപ്പോൾ നമ്മുടെ സ്കോട്ട്ലൻഡ് ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് ഗൈസ്. അർജുൻ, സന്തോഷ്, നിനക്ക് ഈ സ്കോട്ട്ലൻഡ് ട്രിപ്പിനെ പറ്റി എന്താ പറയാനുള്ളത്? വലിയൊരു ഇതാണ്. ഇതില്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരു ഇതും ചെയ്യാൻ പറ്റില്ല.
ഛർദിക്കാൻ വരും. ഇതിന്റെ ഉള്ളിൽ എന്താണ്? ഇതിന്റെ ഉള്ളിൽ റാപ്പാണ്. റാപ്പ് ഇതാരാ ഉണ്ടാക്കിയത്? അർജുൻ സന്തോഷ്. ഹോം മെയ്ഡ് റാപ്പ് ബൈ അർജുൻ സന്തോഷ്. അപ്പൊ നമ്മൾ റാപ്പ് കഴിക്കാൻ പോവാം. എവിടെ ട്രിപ്പ് വാവ് വണ്ടർഫുൾ. എടാ നീ കറക്റ്റ് മറ്റേ ടോംബോയ് ഉണ്ട്. നമ്മൾ സർവീസസിൽ കൂടെ നടക്കാം. സർവീസസിൽ നമ്മൾക്ക് പല സർവീസസ് കിട്ടും. ഹായ് താറാവ്. ഗൈസ്, അർജുൻ സന്തോഷ് പറയുന്നത് അവൻ മാത്രമാണ് ട്രിപ്പ് മോഡും ഞങ്ങളെല്ലാരും കല്യാണ മോഡാണെന്നാണ് അർജുൻ സന്തോഷ് പറയുന്നത്. അപ്പൊ നമ്മൾ ഗ്ലാസ്ഗോയിലെത്തിട്ടോ. ഗ്ലാസ്ഗോ സിറ്റി സെന്ററിലോട്ടാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് കാസലില് കയറിയിട്ട് എന്നിട്ട് നമ്മള് ഐലോസ്കൈല് പോകും. ഓക്കെ, അപ്പം നമ്മൾ ഗ്ലാസ്ഗോ എത്തിയിട്ടോ. ഗ്ലാസ്ഗോ എത്തിയപ്പോൾ തന്നെ നമ്മൾ കാണുന്ന ബിൽഡിങ്സിൻ്റെ ഒക്കെ ഭംഗി കുറച്ച് കൂടി വരാൻ തുടങ്ങി. ആ ഒരു ആർക്കിടെക്ചറിലൊക്കെ നല്ല ചേഞ്ച് ഉണ്ടായിരുന്നു. ഹലോ നന്ദപ്പൂപ്പു. ഹലോ. അപ്പോൾ നമ്മൾ എവിടെ എത്തിയിരിക്കുകയാണ്? ഗ്ലാസ്ഗോ കത്തീഡ്രൽ. യെസ്. അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ ഗ്ലാസ്ഗോ കത്തീഡ്രലിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. 2 hours ഉണ്ടായിരിക്കും നല്ലത്. അപ്പം നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് കാത്തീഡ്രലിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ കാത്തീഡ്രലിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വഴി ഒരു മ്യൂസിയം കണ്ടു കേട്ടോ. നമ്മൾ കുറച്ചൊരു പഴയ ഒരു ബിൽഡിംഗ് ആയിരുന്നു. അപ്പം എന്തായാലും ജസ്റ്റ് ഒന്ന് അതിൻ്റെ അകത്തൊന്ന് കയറി ഒന്ന് കണ്ടു നോക്കാമെന്ന് ഓർത്തു. അപ്പം നമ്മളിത് ആ ഒരു മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് കയറാൻ പോവാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് ഓടിച്ചിട്ട് ഒന്ന് കാണാമെന്ന് ഓർത്തു. നമ്മൾ ഗ്ലാസ്ഗോയിൽ വന്നിട്ട് ഗ്ലാസ്ഗോൻ്റെ ഒരു ഹിസ്റ്ററി ഒക്കെ അറിയണമല്ലോ. അപ്പോൾ അതൊരു ഹിസ്റ്ററി ക്ലാസ്സിന് വേണ്ടി ഞങ്ങൾ കയറുകയാണ്. ഇനി രാജാവിന്റെ പ്രേതം കൂടി. അങ്ങനെ
നമ്മൾ വി ആർ നോർമൽ. അതെ. നമ്മൾ ഇപ്പോൾ ഒരു ഏൻഷ്യന്റ് ഇതെന്ത് സാധനം 1471 പണിത എന്താണത്? യെസ്, ഒരു ഹൗസ് മ്യൂസിയം, ഒരു ചെറിയൊരു മ്യൂസിയം ആണത് എന്നാണ് നന്ദ പറയുന്നത്. നന്ദ പറയുന്നത് ഞാൻ വിശ്വസിക്കുവാണ്. ഓക്കെ. സെന്റ് നിക്കോളാസ് ഹോസ്പിറ്റൽ in 1471 by the Bishop of Glasgow. Fountain heads are in the cloisters, carved in the mid-1700s from Glasgow Town Council's Hall, later called the Tontine. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ജസ്റ്റ് ഓപ്പോസിറ്റ് വേറൊരു മ്യൂസിയം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെയും കൂടി കയറിയിട്ട് ഇറങ്ങാമെന്ന് ഓർത്തിട്ടോ. ഈ ഒരു മ്യൂസിയത്തിൽ നമ്മൾ കുറേ നമ്മുടെ ഇന്ത്യൻ സാധനങ്ങളൊക്കെ കണ്ടായിരുന്നു കേട്ടോ. കുറേ ഹിന്ദു ഐഡൽസിനെ കണ്ടായിരുന്നു, ഗണപതിനെ കണ്ടായിരുന്നു, പിന്നെ ഷാജഹാനെ മുംതാസിനെ കണ്ടായിരുന്നു. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ ഈ ഒരു മ്യൂസിയത്തിൽ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി നേരെ കാത്തഡ്രലിലോട്ടാണ് ഇനി പോകുന്നത്. നമ്മുടെ പ്ലാൻ പ്രകാരം ആകെ ഈ കാത്തഡ്രലും അതുപോലെ ഈ കാത്തഡ്രലിന് തന്നെ സിമിട്രി ഉണ്ട്, അതും കയറാനായിരുന്നു നമ്മുടെ പ്ലാൻ. അപ്പം നമ്മൾ മ്യൂസിയം കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ കാത്തഡ്രലാണ് കാണാൻ പോകുന്നത്. ഇനി നമ്മൾ കാത്തഡ്രലിലോട്ട് കയറി. ഇവിടെ കുറേ പിള്ളേരൊക്കെ കുറേ എക്സ്കർഷൻ അങ്ങനത്തെ പരിപാടിയൊക്കെ വന്നിട്ടുണ്ട്. ഗ്ലാസ്ഗോൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാട്ടോ ഈ ഒരു കാത്തീഡ്രൽ. നല്ല ആർക്കിടെക്ചറും പിന്നെ അതുപോലെ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു ഈ ഒരു കാത്തീഡ്രൽ. അപ്പം ഞങ്ങളിതാ ഈ ഒരു കാത്തീഡ്രലൊക്കെ ചുറ്റി നടന്ന് കാണാമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് കൂടെ നടക്കാനായിട്ടൊക്കെ. പിന്നെ ഈ ഒരു കാത്തീഡ്രൽ നല്ലൊരു രസം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരു ടേബിളിൽ ഇവരൊരു ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അതിൻ്റെ സൈഡിൽ കുറച്ച് പ്രയർ കാർഡ്സും വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ ആ ഒരു പ്രയർ കാർഡിൽ എഴുതിയിട്ട് നമുക്ക് ഈ ഒരു ബോക്സിൽ ഇടാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ഇവരൊരു കോർണറിലാട്ടോ പ്ലേസ് ചെയ്തേക്കുന്നത്. നന്ദേത് ആദ്യം കണ്ടത്. അപ്പോൾ അവൾ ഓടി വന്നിട്ട് പറഞ്ഞിങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. അപ്പം തന്നെ ഞാൻ പോയി എൻ്റെ ഒരു പ്രയർ ഞാൻ അതിനകത്ത് എഴുതിയിട്ടായിരുന്നു കേട്ടോ. How is this cathedral? What was that? Poli. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് ഇവിടെ ഈ കാത്തീഡ്രലിന് പുറകിൽ തന്നെ ഇവരുടെ സിമിത്തേരി ഉണ്ട്. അപ്പം അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ സിമെട്രി കാണാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് പോകുന്നത്. ലെറ്റ്സ് ഗോ. ജനിച്ച് 55 മരിച്ച്. പിന്നത്തെ ഒക്കെ ഒരു 3-4 വയസ്സുണ്ട്. ഇത് ജനിച്ചപ്പോൾ തന്നെ മരിച്ചുണ്ട്. ജനിച്ച് സെപ്റ്റംബറിൽ മരിച്ചു. മറ്റേതോ അതെ, ജനുവരി ജനിച്ച് 3 മാസമായപ്പോ മരിച്ച്. അന്ന് യുദ്ധമൊക്കെ നടക്കുന്നതുകൊണ്ടാണ്. ഡോറ വഴി കാട്ടൂ. ഞങ്ങളിപ്പോ തന്നെ കറക്കാൻ തുടങ്ങി. ഞങ്ങൾ ക്ഷീണിച്ചു.
ടയേർഡായി ഗൈസ്. അർജുൻ സന്തോഷ്, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ചുമ്മാ തീ സ്ഥലമാണ്. തീ എന്ന് പറഞ്ഞാൽ തീ ചുട്ടുപൊള്ളുന്ന തീയാണ്. നന്ദനെ പോയി നോക്കാം. ഹായ്. ഹലോ. ഗൈസ് ഭയങ്കര ചൂടാട്ടോ ഇവിടെ നിന്ന്. ഒരു രക്ഷയില്ല. ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്. ഇങ്ങനെ ചൂടത്തേക്ക് തീശ പിടിക്കുന്നു, അങ്ങനത്തെ ചൂട്. അപ്പൊ ഗൈസ് നമ്മൾ പ്രൈമാർക്കി പോകണം. എന്തിനാണ്? ഭയങ്കര ചൂടാണ്. ഇതാണ് ഗൈസ് നമ്മുടെ കൊച്ചിയിൽ വന്ന സൈപ്പ്. കൊച്ചിയിൽ ടൂർ വന്ന സൈപ്പാണത്. നീ എന്താ തിരിച്ചോണ്ടോ? അപ്പോഴേക്കും നമുക്ക് നല്ലപോലെ വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പം ദാ നമ്മൾ KFCയിൽ കയറാണ്. ഹലോ നന്ദപ്പൊക്കോ. നമ്മൾ ഒരു നല്ല രസമുള്ള സ്ഥലം കണ്ടു. അപ്പം അവിടെ നിർത്തിക്കാണ്. പക്ഷെ അങ്ങോട്ടേക്ക് ഇറങ്ങൽ ഇത്തിരി ടാസ്ക്കാണ്. അപ്പം നമ്മൾ ഐലോസ്കൈയിലോട്ട് പോകുന്ന വഴി നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ ഇറങ്ങാമെന്ന് ഓർത്തു. പക്ഷേ നമ്മളവിടെ എത്തിയപ്പോഴേക്കും ആ താഴത്തോട്ട് ഇറങ്ങുന്ന വഴി കണ്ടപ്പോൾ കുറച്ചൊന്ന് പേടിച്ചത് എങ്ങനെ ഇറങ്ങുമെന്ന് ഓർത്തിട്ട് കുറച്ച് അഡ്വെഞ്ചറസ് ആയിരുന്നു. പക്ഷെ എങ്ങനെയൊക്കെയോ വലിയ പരിക്കുകളൊന്നും കൂടാണ്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. നമ്മളന്ന് പണ്ടിറങ്ങി കൊടുത്ത് വെച്ചോക്കുമ്പോ ഇതൊക്കെ നിസ്സാരം. ഇതൊരു ക്യാമ്പിംഗ് സ്പോട്ട് പോലത്തെ ഒരു ഏരിയ ആയിരുന്നു കേട്ടോ. ഇവിടെ കുറേ ഫാമിലീസൊക്കെ വന്നിട്ട് അവർ ടെൻറ്റൊക്കെ അടിച്ച് ഇവിടെ ബാർബിക്യൂ ഒക്കെ ചെയ്ത് പിന്നെ ഈ ഒരു ലേക്കിൽ കയാക്കിങ്ങിനൊക്കെ പോയി അങ്ങനെയൊക്കെ അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സമാധാനമായിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു അത്. ഹലോ ഗൈസ്, അപ്പം നമ്മൾ അഡ്വെഞ്ചറസ് ആയിട്ട് ഈ ഒരു സ്പോട്ടിലെത്തി കേട്ടോ. കണ്ടോ, ഇവിടെ ആൾക്കാർ കയാക്കിങ് അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല രസമുണ്ട്. ഐ ലൈക്ക് ഇറ്റ്. വാവ്, അടിപൊളി, നല്ല സ്പോട്ട്. അപ്പുറത്ത് സോ നൈസ്. നല്ലൊരു സ്പോട്ടായിരുന്നു കേട്ടോ അത്. അപ്പം നമ്മൾ ഇവിടെ ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. കൊച്ചിയിലെ സായിപ്പിരിക്കണം. ആ ഗിയോമേ, ആ ഗൈസ്. അപ്പം നമ്മൾ തിരിച്ച് കാറിൽ കയറിട്ടോ. കാറിൻ്റെ അകത്ത് പുഴുങ്ങുന്ന അവസ്ഥയാണ്, കാരണം അത്ര ചൂട്, ഒരു രക്ഷയില്ല. ഓ മൈ ഗോഡ്. നമ്മൾ ഈ സ്കോട്ട്ലൻഡിൻ്റെ ബോർഡർ കടന്നപ്പോൾ തൊട്ട് കാണാൻ തുടങ്ങിയതാട്ടോ ഇങ്ങനത്തെ പൈൻ ട്രീസ്. ഭയങ്കര രസമായിരുന്നു അതിങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട്. ശരിക്കും ആ ഒരു നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിൻ്റെ ഭംഗി കൂട്ടിയ
ഒരു മെയിൻ കാര്യം കേട്ടോ ഈ ഒരു. അങ്ങനെ നമ്മൾ ഐലോസ്കയിലോട്ട് പോകുന്ന വഴി ഓൾമോസ്റ്റ് ഐലോസ്ക എത്തിയിട്ടുണ്ട്. അപ്പോൾ കണ്ടൊരു അടിപൊളി സ്പോട്ടാട്ടോ അത്. നമ്മൾ ഈ ഇറങ്ങുന്ന ഓരോ സ്പോട്ടിനും അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല. നമ്മൾ എന്തായാലും ഒരു റോഡ് ട്രിപ്പാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ കാണുന്ന നല്ല സ്പോട്ടുകൾ കാണുമ്പോൾ നമ്മൾ ഇറങ്ങും, അവിടെ ടൈം സ്പെൻഡ് ചെയ്യും. അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു സ്പോട്ട് ഉണ്ടല്ലോ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് എത്രത്തോളം ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു സ്പോട്ട് അത്ര ഭംഗിയായിരുന്നു. എത്ര നേരം അവിടെ ഇരുന്നാലും ബോറടിക്കാത്തൊരു അടിപൊളി സ്പോട്ടായിരുന്നു കേട്ടോ അത്. എനിക്ക് ആക്ച്വലി ഇവിടുന്ന് തിരിച്ച് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല, അത്രയും അടിപൊളി ഒരു സ്പോട്ടാണ്. അപ്പം നമ്മളുണ്ടല്ലോ നമ്മൾ സ്റ്റേയിലേക്ക് പോകുന്ന വഴി ഒരു സ്പോട്ട് കണ്ടിട്ടോ. അപ്പം ആ സ്പോട്ടിൽ നമ്മൾ ഇറങ്ങിക്കാണും. അടിപൊളി സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പൊളി. ഈ ഒരു സ്പോട്ട് മെൻഷൻ ചെയ്യാനായിട്ട് ഇതിൻ്റെ ഒരു പേരോ അങ്ങനെ ഒന്നും നമുക്കറിയില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് പാസ് ചെയ്ത് പോയപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്പോട്ട് കണ്ടു, അവിടെ ഇറങ്ങി. അങ്ങനെയുള്ളൊരു സ്പോട്ടാണിത്. നമ്മൾ മാപ്പിൽ കണ്ടുപോയതോ അങ്ങനെയൊന്നുമല്ല, ശരിക്കും ഒരു ഔട്ട് ഓഫ് പ്ലാൻ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ അത്. പക്ഷേ ഇന്നത്തെ നമ്മുടെ ഫുൾ ഡേ ഏറ്റവും അടിപൊളിയാക്കിയത് ഈ ഒരു സ്പോട്ടാണ്. അത്രയും അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് പോന്നപ്പോഴേക്കും അയ്യോ ഇനി ഞാൻ കുറച്ച് നേരം കൂടി ഇവിടെ ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിലോ എന്ന് നമുക്ക് തോന്നിയൊരു സ്പോട്ടായിരുന്നു കേട്ടോ അത്. ചില സ്ഥലങ്ങളിൽ നമ്മൾ പോയി കഴിയുമ്പോൾ ആ ഒരു സ്ഥലം ഭയങ്കരമായിട്ട് നമ്മുടെ മൈൻഡിൽ രജിസ്റ്റർഡായി പോകത്തില്ലേ, അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു കേട്ടോ എനിക്കിത്. അത് സ്ഥലത്തിൻ്റെ ഭംഗി കൊണ്ട് മാത്രം ആണോ എന്നെനിക്ക് ഫുള്ളി പറയാൻ പറ്റില്ല. നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരും നമ്മൾ എല്ലാവരും കൂടെ ഇരുന്ന് സ്പെൻഡ് ചെയ്ത ടൈമും എല്ലാം കൂടി നമുക്കതൊരു മെമ്മറബിളായിട്ട് ഒരിക്കലും മറക്കാത്തൊരു നല്ലൊരു ഫീൽ വരുന്നൊരു സ്ഥലമായിട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളപ്പോൾ ഈ സ്ഥലത്തു നിന്ന് നമ്മുടെ സ്റ്റേയിലോട്ട് നമ്മൾ പോവാണ്. ഇവിടെ നിന്നൊരു 1 hour അത്രയ്ക്കുള്ളൂ നമ്മൾ സ്റ്റേയിലോട്ട്. ഈ ഒരു സ്ഥലം അടിപൊളി സ്ഥലം കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മളിവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഭയങ്കര പീസ്ഫുള്ളും ഭയങ്കര അടിപൊളിയും. അപ്പോൾ നമ്മൾ ഐലോസ്ക എത്തിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ വേഗം അങ്ങോട്ട് പോവാണ്. നമ്മൾ ഐലോസ്കയിൽ പോകുന്ന റൂട്ട് അടിപൊളി റൂട്ടാട്ടോ. പറഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ ഉള്ള വ്യൂ ഭയങ്കര അടിപൊളി എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് ആ ഒരു നമ്മുടെ നേച്ചറിൻ്റെ ബ്യൂട്ടി ശരിക്കും ഇത്രയും ഭംഗിയാണോ കാണാമെന്ന് നമ്മളിങ്ങനെ അങ്ങനെ ചിന്തിച്ചു. അത്രയും അടിപൊളിയാണ് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ. ഞാൻ ഇത്രയും നാൾ പോയേക്കുന്ന സ്ഥലങ്ങൾ വെച്ചിട്ട് ഏറ്റവും അടിപൊളി വ്യൂവും അതുപോലെ ഏറ്റവും അടിപൊളി ഡ്രൈവും, നമുക്ക് 1 minute പോലും ബോറടിക്കാത്തൊരു അടിപൊളി ഒരു നമ്മൾ പോകുന്ന ആ ഒരു റൂട്ടും എല്ലാ ഒരു ഡ്രൈവും കിട്ടിയേക്കുന്ന ഒരു ട്രിപ്പാട്ടോ അത്. കാരണം ചുമ്മാ പുറത്തേക്ക് നോക്കിയിരുന്നാൽ തന്നെ ഫുള്ളി ഒരു റിലാക്സ്ഡ് ഫീലാണ്. നമുക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കാൻ തോന്നുന്ന അത്രയും ഭംഗി. ആ ഒരു ഭംഗി പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ സ്റ്റേയുടെ അടുത്തെത്തിയിട്ടോ. അപ്പോൾ ഫുഡിൻ്റെ ഓപ്ഷൻസൊക്കെ ഭയങ്കര കുറവാണ്. ഐലോസ്കയിലോട്ട് എത്തുമ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റ്സും അങ്ങനെ ഷോപ്സൊന്നും അധികം കാണാനായിട്ട് കിട്ടത്തില്ല. അപ്പോൾ അതിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ചൈനീസ് ഷോപ്പ് നമ്മൾ കണ്ടപ്പോൾ അത് ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്യാറുണ്ടായിരുന്നു നമ്മളവിടെ എത്തിയപ്പോഴേക്കും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ സ്റ്റേയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ സ്റ്റേയിലെത്തി. അപ്പം ഇന്നത്തെ ഡേ ഇവിടെ എൻഡ് ചെയ്യുവാണ്. അപ്പം നെക്സ്റ്റ് ഡേ നമ്മൾ വേറെ കുറേ സ്ഥലത്തൊക്കെ പോകുന്നുണ്ട്. അപ്പം നെക്സ്റ്റ് ഡേ വ്ളോഗ് അടുത്ത വ്ളോഗായിട്ട് വരുന്നതായിരിക്കും.
ഇത് കണ്ടോ ഗൈസ്, ഇപ്പം ഇവിടെ ടൈം 11:26 ആണ്. പക്ഷെ രാത്രി 11:26. ആ ടൈമിലും സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് ആ ഒരു വെളിച്ചല്ലേ, അത് ഇതുവരെ പോയിട്ടില്ല.